മലപ്പുറം ജില്ലയിലെ ചുള്ളിക്കോട് നാട്ടിലെ പുളിക്കൽ എന്ന ഗ്രാമത്തിൽ ജനിച്ച മഹാനാണ് അജ്മീർ ഫക്കീർ അമ്പംകുന്ന് ബീരാൻ ഔലിയ. കോയക്കുട്ടി മമ്മിയുടെയും ബീവിക്കുട്ടി ഉമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ ആത്മീയതയിലേക്കുള്ള വലിയ ആകർഷണം പ്രകടിപ്പിച്ചിരുന്നു. 4-ാം വയസ്സിൽ മദ്രസ പഠനം ആരംഭിച്ചെങ്കിലും ലൗകിക പഠനത്തേക്കാൾ ദൈവചിന്തയിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. ഇത് പിതാവിനെ കോപിപ്പിക്കുകയും പലപ്പോഴും ശിക്ഷകൾ നേരിടേണ്ടി വരികയും ചെയ്തു. അവസാനം 7-ാം വയസ്സിൽ കന്നുകാലികളെ മേയ്ക്കുന്ന ജോലിയിൽ ആ ബാലനെ നിയോഗിച്ചു. പുലർച്ചെ കന്നുകാലികളുമായി പാടങ്ങളിലേക്ക് പോകുന്ന ആ ബാലൻ ഏകാന്തതയിൽ ദൈവനാമം ജപിച്ചുകൊണ്ടായിരുന്നു സമയം ചിലവഴിച്ചത്. ഒരു ദിവസം പിതാവ് നെൽകൃഷി കാക്കാൻ ആ ബാലനെ രാത്രിയിൽ പാടത്തിലെ കാവൽമാടത്തിലിരിക്കാൻ പറഞ്ഞു. വിജനമായ പാടം, ചുറ്റും നിശബ്ദമായ രാത്രി, ചന്ദ്രപ്രകാശം മാത്രം. ആ രാത്രിയിൽ ആ ബാലന്റെ മുന്നിൽ അത്ഭുതകരമായ ഒരു ദൈവീക സംഭവം അരങ്ങേറി. മൃദുവായ പ്രകാശമായി ജിന്നുകൾ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തിൽ ഭയന്ന ആ ബാലനോട് അവർ സ്നേഹത്തോടെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ നിന്നെ കാത്തുസൂക്ഷിക്കാൻ വന്നവരാണ്. ആ രാത്രി മുതൽ ആ ദൈവീക ജിന്നുകൾ പല രാത്രികളിലും ആ ബാലനോടൊപ്പം കാവൽമാടത്തിലുണ്ടായിരുന്നു. അവരവനോട് ആത്മീയ രഹസ്യങ്ങളും ധൈര്യവും പകർന്നു നൽകി. അവർ പറഞ്ഞു, നീ സാധാരണ ബീരാനല്ല, നീ ബീരാൻ ഔലിയയാണ്. ദരിദ്രർക്കും ദുഃഖിതർക്കും ആശ്വാസമായി തീരാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ ദൈവിക അനുഭവം ആ ബാലന്റെ ജീവിതം മുഴുവനായി മാറ്റിമറിച്ചു. 13-ാം വയസ്സിൽ ആത്മീയ സത്യങ്ങൾ തേടി അദ്ദേഹം അജ്മീറിലേക്ക് തീർത്ഥയാത്രയായി പുറപ്പെട്ടു. വർഷങ്ങളോളം ആത്മീയ പരിശീലനത്തിനും തപസ്സിനും ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തി. ശേഷം ജനങ്ങളുടെ സങ്കടങ്ങൾ അകറ്റുന്ന പുണ്യപുരുഷനായി ബീരാൻ ഔലിയ അറിയപ്പെട്ടു. ഇന്നും അനേകർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി മണ്ണാർക്കാടുള്ള അമ്പംകുന്ന് ബീരാൻ ഔലിയ പാപ്പ ഖബറുസ്ഥാനിൽ എത്തിച്ചേരുന്നു.